ഹലോ ലിറ്റിൽ മൂമെൻറ്റ്സ് ഫാമിലി, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഈ ചാനലിൽ. ഷോർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിന് മുന്നേക്കം. അന്നേരം തിരുവോണ ദിവസമായിട്ട് ലോങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി ലോങ് വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇത് തന്നെ നല്ല ദിവസമെന്ന് കരുതുന്നു. പിന്നെന്താ, അന്നേരം ഞങ്ങൾ കുഞ്ഞ് തിരുവോണ ദിവസത്തെ കാഴ്ചകളൊക്കെ ആട്ടോ കാണിക്കുന്നത്. ഒരുപാടൊന്നും ഇട്ട് ഞാൻ വലിച്ചു നീട്ടത്തില്ല. ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഇത് കുഞ്ഞു വീഡിയോ ആയിരിക്കും. നമ്മൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, അത് വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണേ. പിന്നെന്താ, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലടാ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാവർക്കും ഹാപ്പി വേണം കേട്ടോ. എനിക്ക് നേരത്തെ ഇൻട്രോ എടുത്ത് പറയാൻ വിട്ടുപോയ കാര്യം എഡിറ്റ് ചെയ്തപ്പോഴാട്ടോ അത് മനസ്സിലായത്. ഹാപ്പി വേണം പറഞ്ഞിട്ടില്ലെന്ന് ആരടുത്തും. എല്ലാവർക്കും ഹാപ്പി വേണം. രാവിലെ കഴിക്കാൻ വേണ്ടി ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ മെഡിസിൻ കഴിക്കണമായിരുന്നു. അതൊക്കെ കഴിച്ചു കേട്ടോ. നമുക്ക് ഓണമായിട്ട് പൂക്കൾ വിടുന്ന പരിപാടിയൊന്നും ഇല്ല. അതിനൊക്കെ നാട്ടിലെൻ്റെ പപ്പ വേണം, എന്നാൽ മാത്രമേ ഈ കാര്യത്തിലൊക്കെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സദ്യയൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയുള്ള ഫോട്ടോയൊക്കെ എടുത്ത് ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ പൂവൊക്കെ മേടിച്ചുകൊണ്ട് വരും, പൂക്കളൊക്കെ ഇടും, അങ്ങനെയൊക്കെയാണ്. അത് നല്ല രസമാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഇനി എപ്പോൾ നടക്കുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓണാഘോഷിക്കാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. കൈക്ക് വേദന തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു കയ്യിൽ. കാരണം പിന്നെ ഫോട്ടോയൊക്കെ എടുക്കാൻ നേരത്തെ ഊരി മാറ്റണം. അതുകൊണ്ട് തന്നെ ഇപ്പം ഇട്ടുകൊണ്ടിരുന്നാലേ ശരിയാവത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടും. ഓണമൊക്കെ ആയിട്ട് ഫോട്ടോയൊക്കെ എടുക്കണമല്ലോ. അതാണ് ചേച്ചി അതിനോട് തയ്യാറെടുപ്പിലാണ്. അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമുക്ക് നെയിം റിവീലിംഗ് ബോർഡാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഞാൻ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിന് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഷോർട്ടായിട്ട്. അതൊന്ന് കണ്ടു, ലിങ്ക് കൊടുത്തേക്കാവേ. ഇത് ഫുള്ള് തട്ടിക്കൂട്ടി ലുക്കായിരുന്നു കേട്ടോ. കാരണം ഒരു പ്ലാനും ഇല്ലായിരുന്നു. കൈ വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇടണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു പ്ലാനായിരുന്നു. ഒരു 5 വർഷം പഴക്കമുള്ള പാവാടയാണ്. ഇത് മീഷോന്ന് 170 രൂപയ്ക്ക് എത്ര രൂപയ്ക്ക് മേടിച്ചൊരു ബ്ലൗസ്, പിന്നെ ഷോൾ നമ്മൾ ആടി സെയിലിന് എടുത്ത കേട്ടോ, മേടിച്ചായിരുന്നു. എല്ലാം കൂടി തട്ടിക്കൂടി ലുക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൈനൽ ലുക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് പറഞ്ഞു ഫോട്ടോ ഉണ്ട് കൊള്ളായിരുന്നു ലുക്ക്. പുറത്തിറങ്ങി നമ്മൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം ആ സമയത്ത് ഇച്ചിരി വെട്ടം ഉണ്ടായിരുന്നു, ഇഡ്ലിച്ചയൊക്കെ മാറിയിട്ട്. നമ്മൾ ഈ വട്ടം സദ്യ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. ഈ വട്ടം 2 വട്ടമാണ് നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് ഓർഡർ ചെയ്യുന്ന സദ്യ. നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് സദ്യ കൊണ്ടുവന്നത്. അതിന് ഫോട്ടോ എടുപ്പ് നിർത്തിയിട്ട് ഒരു സദ്യ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. ഇത് മൊത്തം 12 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഈ 12 എണ്ണം നമുക്കുള്ളതല്ല, നമ്മൾ വേറെ ആൾക്കാർക്കും കൂടി വേണ്ടിയുള്ളതാണ്. എല്ലാം കൂടി നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. ഇവിടെ നിന്നാണ് പിന്നെ ഓരോരുത്തരും ഒന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. കൊല്ലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു 5-6 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വന്ന് അങ്ങനെ മേടിച്ചുകൊണ്ട് പോയട്ടോ. നമുക്ക് ഒരു സദ്യക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എടുക്കാൻ വിട്ടുപോയതാണ്, അത് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടോ. അതിനിടയ്ക്ക് ടിമിച്ച് വന്നിട്ടാണ് ധാവണി എടുക്കണം, ഫോട്ടോ ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വട്ടം നമ്മളെല്ലാവരും ധാവണിയായിരുന്നു കേട്ടോ. നമ്മൾ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് എല്ലാവരും ധാവണി, നമ്മൾ പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല, പക്ഷെ എല്ലാവരും ധാവണിയായിരുന്നു കേട്ടോ ഈ വട്ടം ഓണത്തിന്. ടിമേച്ചി എൻ്റെ ചേച്ചിയും കൂടെ റെഡിയാവാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാനും അമ്മയൊക്കെ കൂടി ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്ത് പുറത്ത് വെക്കാം. എല്ലാ കറികളൊക്കെ കുറച്ച് അധികം തോനെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ 4 പൊതി മേടിച്ചുള്ള 5 പേർക്ക് കൂടി. എന്നിട്ട് പിന്നെ അധികം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 2 നേരം കഴിക്കാനും പിറ്റേ ദിവസത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കറികൾ അത്രയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ പരിചയപ്പെട്ട് വിട്ടുപോയി. ഈ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടുന്ന എൻ്റെ അമ്മയും ഇപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ. അടുത്ത പപ്പയും അമ്മയും നമ്മളെല്ലാവരും കൂടെയാണ് ഇപ്പോൾ 3 വർഷമായിട്ട് ഓണം ആഘോഷിക്കുന്നത്. നമ്മൾ 2 ഫാമിലി വെച്ച് നോക്കുകയാണെങ്കിൽ 4 പേര് മിസ്സിംഗ് ഉണ്ട് കേട്ടോ. 4 പേരും പുറത്താണ്. അതുകൊണ്ട് 4 പേർക്കും കഴിഞ്ഞ 3 ഓണത്തിനും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനി എപ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ ഓണമൊക്കെ ആഘോഷിക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. നമ്മളെല്ലാം എടുത്തു വച്ച ശേഷം ഇതായിരുന്നു കേട്ടോ അവസ്ഥ. ടേബിളിൻ്റെ ഇത്രയും കറികളുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും പാത്രങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത് കേട്ടോ. അതിനിടയ്ക്ക് റൂമിൽ പോയി നോക്കിയപ്പോഴത്തേക്കാണ് ഇവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. തീർന്നു ഫൈനൽ ലുക്ക്. പിന്നെ അവിടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അവൾ പുറത്ത് ഇറങ്ങി കേട്ടോ. അങ്ങനെ അടുത്ത് കുറച്ച് ഞങ്ങളെല്ലാവരും കൂടി നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് നിന്നിട്ട് അതിന് ഷാപ്പ് വെച്ച് നമ്മൾ ടിമേജ് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വേറെ അടുത്തായിരുന്നു ആഘോഷം. അങ്ങനെ അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ പിന്നെ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു. ആ കറക്റ്റ് ടൈമിൽ നമുക്ക് സാധനം മേടിക്കാൻ വേണ്ടി നെയിം റിവീലിംഗ് ബോർഡ് മേടിക്കാൻ വേണ്ടി ഒരു കൂട്ടർ വന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അതൊന്നും എനിക്കത് എടുക്കാൻ പറ്റില്ല വീഡിയോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ അടുത്ത് വൈകുന്നേരം വരത്തോളം എന്നാണ് പറഞ്ഞത്. കുറച്ച് ഉച്ച സമയപ്പോൾ വന്നു കേട്ടോ അവർ. അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് സദ്യ കഴിച്ചു കേട്ടോ. അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി. പിന്നെ സദ്യക്കാരും വല്ലപ്പോഴും കിട്ടുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ ആസ്വദിച്ച് കഴിക്കും. ഈ വട്ടം പിന്നെ എൻ്റെ ഇലയിൽ ഒരു കറി പോലും ഇല്ല, അതേപോലെ വടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല, എൻ്റെ ഓർമ്മയിൽ ഇതിന് മുന്നേ ഇങ്ങനെ കഴിച്ചോണം. അത്രയ്ക്ക് അടിപൊളിയായിട്ട് കഴിച്ചോട്ടോ. നമ്മൾ ഈ പായസം ഇതേപോലെ പഴവും ബോളിയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ആണ്. ഈ ബോളി ഞാൻ ചേച്ചി വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ എന്ത് സാധാരണ ഇങ്ങനെ കുഴച്ച് കഴിക്കണം. പഴവും ആ ശർക്കര വരട്ടിയും ചിപ്സും എല്ലാം ബോളി എല്ലാം കൂടെ കുഴച്ച് ഇങ്ങനെ പായസം കൊണ്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. സദ്യ കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം നല്ല കിടന്ന് ഉറങ്ങണം.
എനിക്ക് നല്ല കൈവേദനയുണ്ട്. കാരണം ഇത്ര നേരം കൈ ഇത് അഴിച്ചിട്ടുണ്ട് ഇരുന്നുകൊണ്ട് നല്ല വേദന എടുക്കുന്നുണ്ട് കൈ. പറയാനും പറ്റത്തില്ല, പറഞ്ഞ് എനിക്ക് കിട്ടും കിട്ടിയെന്ന്. അയ്യോ, സദ്യയൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചു. എനിക്ക് ഉറങ്ങാൻ മാത്രം പറ്റിയില്ല. കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഉറക്കം അങ്ങ് പോയി കേട്ടോ. പിന്നെ ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാമെന്ന് കരുതി. പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടില്ല, ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ താല്പര്യമൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യട്ടോ, ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അന്നേരം നമുക്ക് ഇന്നലെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. പിന്നെ വൈകിട്ട് നല്ല മഴയും കൂടെയാണ്. ആ മഴയും കണ്ടെങ്കിൽ ആ ദിവസം തീർന്നു.